കനകസിംഹാസനം എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ദുർഗ. ഒരു മ്യൂസിക് കമ്പോസർ എന്നുള്ള രീതിയിൽ ഇതിനേക്കാളും കൂടുതൽ ആഗ്രഹിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അത് പാടിയിട്ടുള്ളത്. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ സുജാതയും എം ജയചന്ദ്രനും ചേർന്നാലപിച്ച ഗാനമാണ് ഗംഭീരമായി പാടി അതിമനോഹരമായി. താരത്തിന്റെ മനോഹരാലാപനത്തിന് 100 മാർക്കാണ് എപ്പോഴാണോ ഒരു മകൾക്ക് പാടിക്കൊണ്ട് അമ്മയുടെ കണ്ണ് നനയ്ക്കാൻ പറ്റുന്നത്, അപ്പോഴാണ് ആ പാട്ട് അവിടെ എത്തി എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. It is going to be 100 on 100 today. ഒരട്ടങ്ങനെ ഒരു മധുരമഴ. മാടമ്പി എന്ന ചിത്രത്തിലെ ഒരു മനോഹര ഗാനവുമായാണ് റിയാൻ. അത്രയ്ക്കധികം ടാലന്റ് ഉണ്ടെങ്കിലാണ് ഈ പാട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതൊരു ലയമായി അമ്മയിലേക്ക് എത്തുന്നത്. എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ KJ യേശുദാസ് ആലപിച്ച ഗാനം അന്ന് ഇന്നലെ എന്റെ പാടിയിട്ട് ഞങ്ങളെ കരയിപ്പിച്ചു, ഇന്നും കരയിപ്പിച്ചു. ഇമോഷണലായിട്ട് ഇരുന്ന് വായിക്കുകയായിരുന്നു ചെയ്തത്. അസലായിട്ട് പാടി. ഈ ലോകം നമ്മുടെ റിയാൻ കുട്ടന്റെ പാട്ട് കേട്ടുകൊണ്ടേയിരിക്കും. വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിലെ ഗാനവുമായാണ് ആവണി. വിശ്വസിക്കാൻ പറ്റുന്നില്ല, ഞാൻ ഏത് ലോകത്തിലാണ്. പ്രത്യേകതരം ഒരു ഡിവിനിറ്റി ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. പറശ്ശിനിക്കടവിൽ പോയി ആ അനുഗ്രഹം ആകണം കേട്ടോ. അതിന്റെ മുന്നോടിയാണെന്ന് തോന്നുന്നു ഇത്രയും സൗന്ദര്യമാർന്ന ഒരു പെർഫോമൻസ്. മോഹൻ സിത്താരയുടെ സംഗീതത്തിൽ KS ചിത്രയും മോഹൻ സിത്താരയും ചേർന്നാലപിച്ച ഗാനമാണ് താരം. ഒരട്ടങ്ങനെ ഒരു മധുരമഴ.